നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനറെയാണ് ഈ കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. കേരളത്തിലെ വിവിധ വിഷയങ്ങളിൽ ശക്തമായി നിലപാടെടുത്ത് ആ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് പോരാടാൻ ശേഷിയുള്ള ഒരു സഖാവിനെയാണ് കേരളം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആകുന്നത് ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. വളരെ വിശദമായിട്ട് പോകുന്നില്ല. സഖാവ് സാദിഖ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നു. സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് സഖാവ് സാദിഖ് വളരെ വിശദമായി തന്നെ മറ്റു കാര്യങ്ങൾക്ക് സംസാരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു, ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇങ്ങനെ കഴിഞ്ഞു നിൽക്കുന്ന സമയം. ഈ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഒറ്റ മത്സരവും തോൽക്കാതെ ആ കപ്പ് നേടിയിട്ടുള്ള ടീമാണ് സ്പെയിൻ. ആ സ്പെയിൻ ടീമിന് ഒരു പ്രത്യേകത, സ്പെയിനാണ് ഈ വേൾഡ് കപ്പിൽ ഇസ്രായേൽ ഈ വേൾഡ് കപ്പിലേക്ക് അവർക്ക് ബർത്ത് ലഭിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ ഈ വേൾഡ് കപ്പിന് യോഗ്യത നേടുകയാണെങ്കിൽ ഞങ്ങൾ കളിക്കില്ല ഈ വേൾഡ് കപ്പ് എന്ന് കൃത്യമായി പ്രസ്താവിച്ചിട്ടുള്ള കളിക്കാരുള്ള ആ ടീമിന്റെ പേരാണ് സ്പെയിൻ. സ്പെയിനാണ് മാത്രമാണ് പ്രഖ്യാപിച്ചത്. പാലസ്തീനോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു. പാലസ്തീനെ ഇത്ര മൃഗീയമായി പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ, അത് കളിക്കളത്തിലാണെങ്കിൽ പോലും അവർ യോഗ്യത നേടുന്ന ഒരു ടൂർണമെന്റിൽ ഞങ്ങൾ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ടീമാണ് സ്പെയിൻ. അതോടൊപ്പം ഈ വേൾഡ് കപ്പിൽ ഞാൻ സൂചിപ്പിച്ച പോലെ സ്പെയിൻ ഒരു മത്സരവും തോൽക്കാതെ പുറത്തായവരാണ്. മത്സരം തോൽക്കാതെയാണ് അവർ കപ്പെടുത്തത്. എന്നാൽ അന്ന് വ്യത്യസ്തമായി ബാക്കി എല്ലാ ടീമുകളും, സ്പെയിൻ ഒഴിച്ച് ബാക്കി എല്ലാ ടീമും ഈ വേൾഡ് കപ്പിൽ ഒരു മത്സരമെങ്കിലും തോറ്റു. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഒരൊറ്റ മത്സരവും പോലും പരാജയപ്പെടാതെ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായ ഒരു ടീം, ഈ വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ലാതെ, ഒരു മത്സരം പോലും തോൽക്കാതെ ആദ്യ റൗണ്ടിലെ 3 മത്സരവും കളിച്ച് 3 മത്സരവും സമനിലയിൽ പിരിഞ്ഞ് ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരു ടീമുണ്ട്. ആ ടീമിന്റെ പേരാണ് ഇറാൻ. അതൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഞങ്ങൾ ആരോടും യുദ്ധം ചെയ്യാനില്ല, ഞങ്ങൾ ആരെയും തോൽപ്പിക്കാനില്ല, എന്നാൽ ഞങ്ങൾ ആർക്കു മുമ്പിലും പരാജയപ്പെടില്ല എന്നതാണ് ഇന്ന് അമേരിക്കയുടെ മുഖത്ത് നോക്കി ഇറാൻ എന്ന് പറയുന്ന രാജ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്രസ്താവന ഫുട്ബോളിൽ കളിക്കളത്തിലും ഇറാൻ കാണിച്ചു എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അവർ ആ കളിക്കളത്തിലും കാണിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും സാധിക്കും. ആ നിലയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മേൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ കൃത്യമായി സഖാവ് VS ഉണ്ടായിരുന്നുവെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായിട്ടുള്ള വാക്കുകളുമായിട്ട് സഖാവ് VS നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നേനെ. ആ ട്രംപ് ഈ നിലയിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം എക്കാലത്തും ഇന്ത്യയോട് ചേർന്നിട്ടുള്ള രാജ്യമാണ്. നമ്മുടെ ചരിത്രത്തിലേക്ക് ഒന്നും പോകണ്ട. ഏറ്റവും അടുത്ത കാലത്ത് പുൽവാമ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്ത്യയാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം പിന്തുണച്ചത്, പാകിസ്ഥാനെ അല്ല. പാകിസ്ഥാനെതിരായി ഇന്ത്യക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കിയിട്ട രാജ്യത്തിന്റെ പേരാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ, ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കപ്പലിൽ വന്ന് നേവി പരിശീലനം ഇന്ത്യക്കാർക്കൊപ്പം പൂർത്തീകരിച്ച് തിരിച്ചു പോകുന്നവരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക ആക്രമിച്ചു. ഒരു വാക്ക് കൊണ്ടുപോലും അപലപിക്കാൻ 56 ഇഞ്ചുകാരനായിട്ടുള്ള നരേന്ദ്രമോദിക്കോ കേന്ദ്ര ഗവൺമെന്റോ സാധിച്ചില്ല. അതിനുശേഷം ഹോർമുസ് കടലിലൂടെ വന്നുകൊണ്ടിരുന്ന ഇന്ത്യയുടെ കപ്പലുകളെ ആക്രമിച്ചു. ഇന്ത്യയിലെ നാവികർ കൊല ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ നാവികർ കൊല ചെയ്യപ്പെട്ടിട്ട് പോലും ഒരു വാക്ക് പോലും ഉരിയാടാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചില്ല. അവസാനം അത് അന്വേഷിക്കണമെന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്താവന മാത്രമായിട്ട് ആ നിലയിലാണ് വിദേശകാര്യ വകുപ്പിൻ്റെതായിട്ട് വന്നത്. നരേന്ദ്രമോദിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ ആ നിലയിൽ സർക്കാരിൻ്റെതായിട്ട് ഒരാൾ പോലും ഒരു ശക്തമായിട്ടുള്ള പ്രസ്താവന പോലും പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ നിലയിൽ അമേരിക്കക്ക് വിധേയരായി ഭരണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് പറഞ്ഞവർ, ഈ രാജ്യത്തിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ, ഈ രാജ്യത്തെ തീവ്രവാദ അക്രമങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ, ആ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ ഏതാണ്ട് 2 ഡസനോളം തീവ്രവാദ അക്രമങ്ങൾ വലുത് രാജ്യത്ത് നടന്നു കഴിഞ്ഞു. രാജ്യത്തെ ഒട്ടനവധിയായിട്ടുള്ള പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രാജ്യത്തെ സുരക്ഷ ഭീഷണി ഉയർത്തുന്ന ഒട്ടനവധിയായിട്ടുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആ സമയത്തും ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടി കഴിയാത്ത ഭരണാധികാരിയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. അതിനപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടാകുന്നു. ആകെ
അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടുള്ള വിധേയത്വം മാത്രമായിട്ട് ഇന്ത്യ മാറുന്നു. ആ വിധേയരായി മാത്രം ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത. ആ വിധേയരായി ആ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം തരുന്നു. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓരോ തെരഞ്ഞെടുപ്പിലും അവർ കൃത്യമായി ഉപയോഗിച്ചതെന്താ? ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും BJPക്ക് പരാജയം ഉണ്ടാകുമെന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഓരോ സമയത്തും ഉപയോഗിച്ചത് ഓരോന്നാ. 2019 അവർ ഉപയോഗിച്ചത് അന്ന് നടന്നിട്ടുള്ള പുൽവാമ ആക്രമണമായിരുന്നു. ആ പുൽവാമ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ആക്രമിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൃത്യമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി ഇന്ത്യൻ പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ പട്ടാളക്കാർ കൊല ചെയ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കും അതുവഴിയാണ് അന്ന് രാജ്യസ്നേഹം ഉണർത്തിവിട്ടുകൊണ്ട് ഈ പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ വന്നത്. BJP വീണ്ടും ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പരാജയപ്പെടും എന്നുള്ള ഘട്ടം ഉണ്ടായ സമയത്താണ് അയോധ്യയിൽ അവർ രാമക്ഷേത്രത്തിന് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താൻ വേണ്ടി തയ്യാറായി വന്നത്. ആ പ്രാണപ്രതിഷ്ഠ 2024 ജനുവരി മാസം 22 ആ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നടക്കം പണം പിരിച്ചു കൊണ്ടുപോയി. ഇപ്പൊ അവർ പറയുന്നത് എന്താ? കട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വാസികളുടെ പണമാണ്. കട്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസികളുടെ പണം. ആരാണ് ഈ പറയുന്നത്? കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രൂപത്തിൽ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവർ പറഞ്ഞെന്താ? ഈ പറയുന്ന ദേവസ്വം ബോർഡുകൾ വഴി ദൈവത്തിന്റെ പണം ഇവർ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ്. ഈ നാട്ടിൽ നാകെ നടത്തിയിട്ടുള്ള പിരിവുകൾ അത് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള അമ്പലം, ആ ക്ഷേത്രത്തിൽ നിന്ന് പണം കൊണ്ടുപോകുന്നു. അയോധ്യയുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത വന്നപ്പോഴോ, അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത വന്നപ്പോഴാണ് പിന്നീട് പറയുന്നത്. അവിടെ മാത്രമല്ല, ജമ്മു കാശ്മീരിലെ കട്രയിലുള്ള വൈഷ്ണവ ദേവി ടെമ്പിളുണ്ട്, അതുപോലെ തന്നെ ബദ്രീനാഥിലുണ്ട്, കേദാർനാഥിലുണ്ട്. ഈ രാജ്യത്തെ ഓരോ ഹിന്ദുവും ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലമായി കരുതുകയും നിരന്തരമായി അവർ പോകാൻ ആഗ്രഹിക്കുകയും അവർ പോവുകയും ഒക്കെ ചെയ്യുന്ന അമ്പലങ്ങൾ, ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കഥകളാണ് പുറത്തു വരുന്നത്. കാണിക്കയായി കിട്ടിയിരുന്ന പണത്തിൽ നിന്ന് പോലും എല്ലാ ദിവസവും 6 മുതൽ 8 ലക്ഷം രൂപ വരെ മോഷ്ടിച്ചിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. അവിടേക്ക് കൊടുക്കുന്ന ഇഷ്ടികകൾ 500ഉം 1000ഉം വെള്ളി ഇഷ്ടികൾ, 2000 ഇഷ്ടിക കൊടുത്ത ആളുകളുണ്ട്, വെള്ളിയുടെ 500 ഇഷ്ടിക കൊടുത്തുണ്ട്. അങ്ങനെ കൊടുത്ത കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവായിട്ട് കമൽനാഥ് കൊടുത്ത 11 വെള്ളി ഇഷ്ടികയുണ്ട്. ആ വെള്ളി ഇഷ്ടിക മോഷ്ടിച്ചൊന്നും അറിയില്ല. എന്തായാലും അത്തരത്തിൽ വെള്ളി ഇഷ്ടികകൾ. അവിടെ തുളസിദാസ് രാമായണം, ആ തുളസിദാസിന്റെ രാമായണം തുളസിദാസ് രാമായണം ഉണ്ടായിരുന്നു. 5.5 കോടി രൂപ വില വരുന്ന ആ തുളസിദാസ് രാമായണം കാണാനില്ല. അങ്ങനെ തുടങ്ങി ആ അമ്പലത്തിനെ മുച്ചൂടും മുടിച്ച്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യയുടെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ജീവൻ വിലപേശിക്കൊണ്ട്, ഇന്ത്യക്കാരുടെ ജീവനെ കുറിച്ച്, അവരുടെ ത്യാഗത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് 2019 വീണ്ടും അധികാരത്തിൽ വന്നതെങ്കിൽ 24 ഉപയോഗിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രമാണ്, രാമക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ എങ്ങനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല പണം സമാഹരിക്കുന്നതിന് വേണ്ടിയും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന കണക്കുകൾ. അതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നമ്മുടെ കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം ഇതിൽ വലിയ തർക്കമുണ്ടത്രേ. ഇതിൽ മോദിയുമായി ബന്ധപ്പെട്ട ആളുകളാണത്രേ ഇതിന്റെ ഈ മോഷണം മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഇതിൽ വിരോധമുള്ള ഈ പറയുന്ന യോഗി ആദിത്യനാഥാണ് അത്ര ഇത് പുറത്തുവിട്ടത്, RSSകാരനെ പറയുന്നത്. അതുകൊണ്ട് യോഗിയുടെ പോലീസ് ഇനി അന്വേഷിക്കേണ്ടതില്ല, CBI അന്വേഷിച്ചാൽ മതി എന്ന് കേന്ദ്രം തീരുമാനിച്ചത് അതുകൊണ്ടാണ് എന്നാണ് RSSകാർ തന്നെ അടക്കം പറയുന്നത്. എന്തായാലും മോഷണം കൃത്യമായി നടന്നു എന്നുള്ളത് കൃത്യമാണ്. ആ മോഷണം മുതൽ ആ മോഷ്ടിച്ച ആളുകൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം രാജ്യം ഭരിക്കുന്നതും UP ഭരിക്കുന്നതും BJP ആണ്, RSS ആണ്. ആ നിലയിൽ ഇന്ത്യയുടെ ധനം കൊള്ളടിച്ച ആളുകളെ, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച ആളുകളെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വിശ്വാസം. നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെയും ഇന്ന് ഉണരണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ ഇവിടെയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചങ്ങല തീർക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ആളുകൾ, ആചാര സംരക്ഷണ ജാഥകൾ നടത്തിയിരുന്ന ആളുകൾ, അത്തരം ആളുകൾ ഇപ്പോൾ എവിടെയാണ്? എവിടെ? അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മോഷ്ടിച്ച പണം എന്ന് ചോദിച്ചുകൊണ്ട്
എവിടെ ഏതെങ്കിലും ഒരാളെ ബദ്രീനാഥുമായി ബന്ധപ്പെട്ടോ കേദാർനാഥുമായി ബന്ധപ്പെട്ടോ വൈഷ്ണവദേവി ടെമ്പിളുമായി ബന്ധപ്പെട്ടോ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ച് ഒരു